റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാരും പറയും ലിബിനി അമ്മിഹി ഔ ഖരീബിഹി, തൻ്റെ കുടുംബക്കാരോട് ഹലുമ്മ ഇലർ റഖ, ഹലുമ്മ ഇലർ റഖ. മദീനയിൽ താമസിക്കുന്ന ആൾക്കാരോട് പറയും ഹലുമ്മ ഇലർ റഖ, നിങ്ങൾ ഇങ്ങോട്ട് വാ, ഇവിടെ ആനന്ദകരമായി ജീവിക്കാം, ഇവിടെ സുഖകരമായി ജീവിക്കാം, ഇവിടെ നിയമങ്ങളില്ല, ഇവിടെ സമാധാനമാണ്, ആഡംബരമാണ്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് മദീനയിൽ താമസിക്കുന്ന ആൾക്കാരെ പുറത്തുള്ള ആൾക്കാർ വിളിക്കും. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാണ് വൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ മദീനയാണ് അവർക്ക് ഏറ്റവും ഉത്തമം. ഈ ഹദീസ് കാണാം, എവിടെ അറിയോ? മദീനയിൽ ബോർഡറിൻ്റെ അടുത്ത് വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, എമിഗ്രേഷൻ്റെ. ആ ബിൽഡിങ്ങിൽ ഈ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്, വൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ, നിങ്ങൾക്ക് മദീനയിൽ താമസിക്കാൻ പറ്റിയാൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്നും ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മദീനയുടെ ഫളിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞല്ലോ മുമ്പ്, മദീനയിൽ ചെല്ലുന്ന ഒരാൾ 4 സ്ഥലങ്ങളാണ് സന്ദർശിക്കാനുള്ളത്. 1 മസ്ജിദ് നബവി, 2 മസ്ജിദ് ഖുബ, 3 മഖ്ബറത്തുൽ ബഖീ, 4 മഖ്ബറത്തു ശുഹദാ ഉഹദ്. ഈ 4 സ്ഥലം, ഇതാണ് മുസ്തഹബ്. ബാക്കി ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതൊക്കെ സന്ദർശിക്കാം, ചരിത്രപരമായി സന്ദർശിക്കാം. അതല്ലാതെ അതിൽ പ്രത്യേക പുണ്യമോ പ്രതിഫലമോ ഇല്ല. പക്ഷേ ഈ പറയപ്പെട്ട 4 കാര്യങ്ങളിലും പുണ്യമുണ്ട്, മുസ്തഹബാണ്, മഷ്റൂആണ്. അതിലൊന്നാമത്തെ മസ്ജിദുൻ നബി. മസ്ജിദ് നബിയെ സംബന്ധിച്ച് നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മദീനത്തേക്ക് വന്നപ്പോൾ ഉണ്ടാക്കിയ പള്ളിയാണ്. റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് വന്നു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സീറയിൽ. റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് വരുന്ന സമയത്താണ് മസ്ജിദ് ഖുബ ഉണ്ടാക്കുന്നത്, അല്ലേ? മദീനയിലെത്തി ഏറ്റവും ആദ്യം റസൂൽ ചെയ്ത് മസ്ജിദ് ഖുബ ഉണ്ടാക്കി. മസ്ജിദ് ഖുബ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നാണ് റസൂൽ മദീനയിലേക്ക് കടക്കുന്നത്. മസ്ജിദ് ഖുബ എവിടെ അറിയോ? മസ്ജിദ് ഖുബ എന്ന് പറയുന്നത് മദീനയുടെ ബോർഡറിലാണ്. മസ്ജിദ് ഖുബ കഴിഞ്ഞാൽ പിന്നെ മദീന വിട്ടു, പിന്നെ ദുൽഹുലൈഫ എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ ബാബുൽ മദീന എന്ന് പറയുന്ന സ്ഥലം കാണാം. മക്കത്ത് നിന്ന് റസൂലുള്ളാഹി തങ്ങൾ വരുമ്പോൾ മദീനയിലേക്ക് പ്രവേശിച്ച സ്ഥലം, അതാണ് ബാബുൽ മദീന. ഇന്നവിടെ വലിയ കമാനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലം പോലെ ആക്കി വെച്ചിട്ട് നമുക്ക് പോയാൽ കാണാൻ പറ്റും, ദുൽഹുലൈഫിൻ്റെ അടുത്തായിട്ട്. അവിടെയാണ് റസൂലുള്ളാഹി തങ്ങൾ ആദ്യം മദീനയിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ മസ്ജിദ് ഖുബ നിർമ്മിച്ചത്. അതിനുശേഷം റസൂലുള്ളാഹി തങ്ങൾ മദീന പട്ടണത്തിലേക്ക് വന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ 2 യതീമായ കുട്ടികളുടെ സ്ഥലമായിരുന്നു മസ്ജിദ് നബവിയുടെ സ്ഥലം. റസൂലുള്ളാഹി തങ്ങൾ വന്നപ്പോൾ ഓരോ ആൾക്കാരും അവരെ വീട്ടിലേക്ക് റസൂലുള്ളാഹി തങ്ങളെ ക്ഷണിച്ചു. പക്ഷെ റസൂൽ പോയില്ല. റസൂൽ പറഞ്ഞു ഫഇന്നഹാ മഅ്മൂറ, ഈ ഒട്ടകം ഖസ്വ എന്ന് പറയുന്ന ഒട്ടകത്തിൻ്റെ പുറത്താണ് റസൂൽ തങ്ങൾ ഹിജ്റ വന്നിട്ടുള്ളത്. ഖസ്വ അന്ന് മദീനയിലേക്ക് വരുമ്പം ആ ഒട്ടകത്തിന് 4 വയസ്സായിരുന്നു ആ ഒട്ടകത്തിൻ്റെ പ്രായം. ആ ഒട്ടകത്തിൽ തന്നെയാണ് റസൂൽ തങ്ങൾ പല സംഭവങ്ങളും നടന്നിട്ടുള്ളത്. 2 പ്രാവശ്യം ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് റസൂൽ തങ്ങൾ ഓട്ടമത്സരം നടത്തി. ഒട്ടകത്തിൻ്റെ പുറത്ത് ആദ്യത്തെ പ്രാവശ്യം ഒട്ടകം ജയിച്ചു, 2ാമത്തെ പ്രാവശ്യം ഒട്ടകം പരാജയപ്പെട്ടു. വയസ്സായില്ലേ, 4-5 വയസ്സായില്ലേ, പരാജയപ്പെട്ടു. മദീനയിൽ എല്ലാവർക്കും സങ്കടമായിരുന്നു റസൂൽ തങ്ങളുടെ ആ ഒട്ടകം പരാജയപ്പെട്ടപ്പോൾ. ഇത്ര സ്നേഹമായിരുന്നു റസൂലുള്ളാഹിയുടെ മൃഗങ്ങളോടും സഹാബക്കൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മൾ പഠിക്കണം. നിങ്ങൾ സീറൻ്റെ കിതാബ് കണ്ടിട്ടുണ്ടാവും. അതിൽ റസൂലുള്ളാഹി തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെ, അതിനുശേഷം അസ്വാജുൻ നബി, അതിനുശേഷം ഔലാദുൻ നബി, അതിനുശേഷം അഹ്ലുബൈത്ത്, അതിനുശേഷം അഫറാസുഹു വസിലാഹുഹു, റസൂലുള്ളാഹി തങ്ങളുടെ കുതിരകളും റസൂലുള്ളാഹി തങ്ങളുടെ വാഹനങ്ങളും, അതിനുശേഷം റസൂലുള്ളാഹി തങ്ങളുടെ ആയുധങ്ങൾ, അതിനുശേഷം റസൂലുള്ളാഹി തങ്ങളുടെ മറ്റു വീടുകളും സ്ഥലങ്ങളും, അതിനുശേഷം ആസാറുൻ നബി. അല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇനക്ക് ഇഷ്ടപ്പെടലും സ്നേഹിക്കലും ഇമാൻ്റെ ഭാഗമാണ്. അവസാനം കാണാം അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്നേഹിക്കണം, ഈമാൻ്റെ ഭാഗമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്വ എന്ന ഒട്ടകത്തിന് വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതിനോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ അതിനെ വിട്ടേക്കുക. ഈ ഒട്ടകം പോയി നിന്നത് സുഹൈലും അതേപോലെ സഹലും എന്ന് പറയുന്ന 2 യതീമായ മക്കളുടെ സ്ഥലത്താണ് പോയി നിന്നത്. അവിടെ നിന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇവിടെയാണ് പള്ളി എടുക്കാൻ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 യതീമായ മക്കളും റസൂലുള്ളാഹി തങ്ങൾക്ക് ഹദിയായിട്ട് ഈ സ്ഥലം കൊടുത്തു. പക്ഷെ റസൂൽ വാങ്ങിയില്ല. റസൂൽ ഹദിയ വേണ്ട, കാരണം യതീമീങ്ങളാണ്. റസൂലുള്ളാഹി തങ്ങൾ പൈസ കൊടുത്തിട്ട് ആ സ്ഥലം വാങ്ങുകയും അവിടെ ഈ പള്ളി നിർമ്മിക്കുകയും ചെയ്തു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, ആ പള്ളി നിർമ്മാണത്തിൽ റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ലബിന, ഇഷ്ടികേൻ്റെ കഷ്ണങ്ങൾ ചുമലിൽ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പള്ളിയുടെ ഇത് ശരിയാക്കുന്നതിന് വേണ്ടി. ആ പള്ളി എങ്ങനെയാണെന്ന് പിന്നെ ഹദീസുകൾ കാണാം. മേലെ ഈത്തപ്പന മരത്തിൻ്റെ ഓലകളും സൈഡിൽ ഈത്തപ്പന മരത്തിൻ്റെ മട്ടലൊക്കെ വെച്ചിട്ടായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ പള്ളി ഉണ്ടാക്കിയിരുന്നത്. നിലത്തൊന്നും ഉണ്ടായിരുന്നില്ല. സുജൂദ് ചെയ്യുമ്പോൾ നിലത്ത് ചിലപ്പോൾ മണ്ണ് പറ്റുമായിരുന്നു. ചില ഹദീസുകൾ കാണാം, മഴ പെയ്ത സമയത്ത് നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ തലയിലും നെറ്റിയിലൊക്കെ ചളി പെരണ്ടിട്ടുണ്ടായിരുന്നു എന്നും ഹദീസുകളിൽ കാണാം. അതായിരുന്നു മസ്ജിദ് നബവിയിലെ ആദ്യത്തെ രംഗം.
അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ മദീനത്ത് വന്ന് ഉടനെ ചെയ്ത പണി പള്ളി ഉണ്ടാക്കുക എന്നുള്ളതാണ്. പള്ളീൻ്റെ ഫضലും ശേഷം നമുക്കറിയാം അല്ലേ. ആ പള്ളിയിൽ നിസ്കരിച്ച ഒരു നിസ്കാരത്തിന് 1000 നിസ്കാരത്തിൻ്റെ പ്രതിഫലമാണ്. ഇനി ഈ ചരിത്രം പഠിക്കുമ്പോൾ ഈ മസ്ജിദുൻ നബവിയുടെ ഓരോ ഘട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം റസൂലുള്ളാഹി തങ്ങൾ വന്ന ചെറിയ പള്ളിയായിരുന്നു. ആ പള്ളീൻ്റെ കൂടെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ പള്ളിക്ക് ചുറ്റുമായി റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി ഒരു വീട് സ്ഥാപിച്ചു. റസൂലുള്ളാഹിയുടെ ഭാര്യമാരുടെ വീട് എങ്ങനെ അറിയോ? 2 രൂപത്തിലുള്ള വീടാണ്. എത്ര ഭാര്യമാരുണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക്? 11. റസൂലുള്ളാഹി തങ്ങളുടെ പള്ളീൻ്റെ ചുറ്റും 9 വീടുകൾ കാണാം. ഈ 9 വീട്ടിലായിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാർ താമസിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട്? ബാക്കി 2 ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹ, മക്കത്ത് തന്നെ മരണപ്പെട്ടു. രണ്ടാമത്തത് അവസാന സമയത്തെ കല്യാണം കഴിച്ച്. അപ്പോൾ ആ സമയത്ത് വേറെ വീട് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ താമസം. അപ്പോൾ 9 വീടുകളാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിക്ക് ചുറ്റും. ഈ 9 വീടുകളിൽ 4 എണ്ണത്തിൻ്റെ പ്രത്യേകത, ഒറ്റ റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു റൂം, അതിനാണ് ബെയ്ത്ത് എന്ന് പറയാം. ഒരു റൂം. 4 വീടുകൾ അങ്ങനെയുള്ളതായിരുന്നു, ഒരു വീട് മാത്രം. ആ വീട്ടിലാണ് റസൂലുള്ളാഹി തങ്ങൾ ഉറങ്ങുന്നത്, അതേപോലെ ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഏത് ഭാര്യയുടെ വീടാണോ ആ ഭാര്യയുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് എല്ലാം ആ ഒരു റൂമിൽ മാത്രമാണ്. ബാക്കി 5 എണ്ണം 2 റൂമുണ്ടായിരുന്നു. ഒന്ന് ബെയ്ത്തും 2 ഹുജറയും. ബെയ്ത്തും ഹുജറയും നമ്മൾ വ്യത്യാസം കഴിഞ്ഞ ദാവിൻ്റെ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ബെയ്ത്ത് വേറെ, ഹുജറ വേറെ. ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഗുർഫ, റൂം, മേൽക്കൂരയുള്ള റൂം. ഹുജറ എന്ന് പറഞ്ഞാൽ മേൽക്കൂരയില്ലാത്ത ഫന, മുറ്റം. നമ്മുടെ ഈ ചുറ്റുമതിലില്ലേ, വീട് ചുറ്റുമതിലില്ലേ, അതിനാണ് ഹുജറ എന്ന് പറയാം. ഇത് ബെയ്ത്തും ആ പുറത്ത് കാണുന്ന ചുറ്റുമതിലുള്ള സ്ഥലം ഹുജറ. ഇങ്ങനെ 2 രൂപമായിട്ടുള്ള വീടുള്ളത്. ഒന്ന് ബെയ്ത്ത് മാത്രം, റൂം മാത്രം, ഉറങ്ങാനുള്ള സ്ഥലം മാത്രം. 2 ബെയ്ത്തും ഹുജറയും, വീടും ഉണ്ടാവും, അതേപോലെ തന്നെ മുറ്റം ഉണ്ടാവും. ആയിഷ ബിവിയുടെ വീട് ഈ രൂപത്തിൽപ്പെട്ടതായിരുന്നു. ആദ്യം ചെറിയൊരു ബെയ്ത്തും പിന്നെ ഒരു ഹുജറയും, 2 വീടുകൾ. ആ വീടിനെ സംബന്ധിച്ച് ചരിത്രങ്ങൾ പറയുന്നത് എന്താ അറിയോ? ആ വീട്ടിൽ 2 ആൾക്ക് ജസ്റ്റ് കിടക്കാനുള്ള സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ ചില ദിവസം ആ വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കും, രാത്രി നിന്ന് നിസ്കരിക്കും. റസൂലുള്ളാഹി തങ്ങൾ സുജൂദിലേക്ക് പോകുമ്പോൾ ആയിഷാനെ തൊടും. അപ്പോൾ ആയിഷ കാല് നീട്ടി വെക്കും, കാലിങ്ങനെ പൊന്തിച്ച് വെക്കും. അപ്പോൾ റസൂൽ സുജൂദ് ചെയ്യും. സുജൂദിന് എഴുന്നേൽക്കുമ്പോൾ ആയിഷ കാല് നീട്ടി വെക്കും. അത്രയും സ്ഥലം ഉണ്ടായിരുന്നില്ല നിസ്കരിക്കാൻ ആ റൂമിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ റസൂലുള്ളാഹി തങ്ങളുടെ വീട്. 3-4 സാധനങ്ങൾ റസൂലിൻ്റെ വീട്ടിലുണ്ട്. ഒന്ന് കട്ടിൽ, റസൂൽ കിടക്കുന്ന സ്ഥലം. 2 റസൂലുള്ളാഹി തങ്ങൾ ഉപയോഗിച്ച പാത്രങ്ങൾ. 3 റസൂലുള്ളാഹി തങ്ങളുടെ വസ്ത്രം. വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ള വസ്ത്രങ്ങൾ. പിന്നെ ഭക്ഷണം പാചകം ചെയ്യാനുണ്ടായിരുന്ന സ്ഥലം. അതൊക്കെ ആ റൂമിലാണ്. അതിൻ്റെ മൂലക്കാണ് റസൂലും ആയിഷയും കിടക്കൽ. അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് തൊട്ടാ കാല് മാറ്റും. അപ്പോൾ സുജൂദ് ചെയ്യും, പിന്നെ നിൽക്കുമ്പം കാല് നീട്ടും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിവസങ്ങളിൽ രാത്രി നിസ്കരിക്കും. നിസ്കരിച്ചിട്ട് അവിടെ ഇരിക്കും, ഇങ്ങനെ നോക്കും. ഞാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ റസൂൽ എന്നോട് ഇങ്ങനെ കിന്നാര വർത്തമാനങ്ങൾ പറയും. ചില സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ ചാരത്ത് റസൂൽ കിടന്നുറങ്ങും. ഇതായിരുന്നു റസൂലിൻ്റെ ശീലം. ഇത്ര സ്നേഹമായിരുന്നു ആയിഷാണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക്. ആ വീട്ടിലാണ് അവർ ഒന്നിച്ച് താമസിച്ച് വർഷങ്ങളോളം. ഉർവ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉർവ ചോദിക്കുകയാണ് ആയിഷയോട്, നിങ്ങൾ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ എന്താണ് ഭക്ഷണം കഴിച്ചിരുന്നത്? അപ്പോൾ ആയിഷ പറയും, 3 മാസം റസൂലിൻ്റെ വീട്ടിൽ ഒന്നും പാചകം ചെയ്തിട്ടില്ല, വെള്ളവും ഈത്തപ്പഴം മാത്രമായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം, ഫാത്തിമ റളിയല്ലാഹു അൻഹ എവിടുന്നോ കുറച്ച് ഗോതമ്പ് കിട്ടിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുകൊടുത്തു, റൊട്ടി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ റസൂൽ അത് കഴിക്കുമ്പോൾ പിന്നെ ഫാത്തിമാൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. എന്നിട്ട് പറയാണ്, ഫാത്തിമ, ഒരുപാട് ദിവസങ്ങളായി നിൻ്റെ ബാപ്പ നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട്. അത്ര ദരിദ്രമായി ജീവിച്ചു റസൂൽ തങ്ങൾ ആ വീട്ടിൽ. ആ വീടിൻ്റെ ഫോട്ടോ ഇങ്ങനെ കാണാൻ പറ്റും. പ്രൊജക്ടർ ഉണ്ടായിരുന്നു, നിങ്ങളുടെ കാണിച്ചു തരാമായിരുന്നു. ചെറിയൊരു വീട്. നിങ്ങൾ സീറെ പഠിച്ചിട്ടുണ്ടാവും, ഉർജൂസയിൽ അല്ലേ. ഉർജൂസയിൽ ആ വീടിൻ്റെ മതിലിൻ്റെ നീളം എത്ര, അതിൻ്റെ മേൽക്കൂര എത്ര, അതിൻ്റെ വാതിലെങ്ങനെ എന്നൊക്കെ ഹദീസുകളിലുണ്ട്. റസൂലിൻ്റെ വീട്ടിൻ്റെ പിന്നെ ബെയ്ത്തിൽ നിന്നും ഫനായിലേക്ക്, അതായത് ഹുജറയിലേക്ക് ഇറങ്ങാനുള്ള ഡോറ് മരത്തിൻ്റെ ഡോറായിരുന്നു. ഈത്തപ്പന തടികൾ വെച്ചുകൊണ്ടുണ്ടായ ഡോറായിരുന്നു. ആ ഹുജറയിൽ നിന്നും പള്ളിയിലേക്ക് കടക്കുന്ന ഡോറ് ഒരു വിരി ഇട്ടതായിരുന്നു. റസൂൽ തങ്ങൾ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയം ആ വിരി മാറ്റിയിട്ട് തല പുറത്തേക്കിടും. ആയിഷ റളിയല്ലാഹു അൻഹ ആ തല കണ്ണ് തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. ഹദീസ് സ്ഥിരപ്പെട്ടതാണ്. അതേപോലെ റസൂലുള്ളാഹി തങ്ങൾ അവസാനം രോഗം പിടിച്ച് മരണശൈലിയിൽ കിടക്കുന്ന സമയം ആ മറ നീക്കിയിട്ടാണ് സഹാബാക്കളെ നോക്കിയത്. എന്നിട്ട് പറഞ്ഞല്ലോ, സഹാബാക്കൾ സെഫ് നിൽക്കുന്ന കണ്ടിട്ട് റസൂൽ സന്തോഷം കണ്ട് കരഞ്ഞു എന്ന് പറഞ്ഞത് ആ സംഭവമാണ്. ആ വിരി മാറ്റിയിട്ട് റസൂൽ നോക്കിയത് പള്ളിയിലേക്ക്. അതായിരുന്നു റസൂൽ തങ്ങളുടെ വീട്. അതിൻ്റെ നീളവും ഉയരം ആകെ ഒരു 3 ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റുന്ന സ്ഥലം.
അവിടെയാണ് റസൂലുള്ളാഹി തങ്ങളെ ദഫൻ ചെയ്തതും. ഏറ്റവും ആദ്യം റസൂൽ ഉണ്ടാക്കിയ വീട് ആയിരിക്കാം? ഏറ്റവും ആദ്യം ഉണ്ടാക്കിയത് സൗദ റളിയല്ലാഹു അൻഹ. റസൂൽ തങ്ങൾ ഖദീജാനെ കല്യാണം കഴിച്ചു. ഖദീജയുടെ വഫാത്തോടു കൂടി രണ്ടാമത് കല്യാണം കഴിച്ച സൗദയാണ്. ഈ സൗദയാണ് മദീനത്തേക്ക് റസൂലിൻ്റെ കൂടെ വന്നത്. എന്നിട്ട് മദീനയിൽ വെച്ച് ആദ്യം വീടുണ്ടാക്കിയത് സൗദാക്കാണ്. അതിനുശേഷമാണ് ആയിഷാക്ക് വേണ്ടി റസൂൽ തങ്ങൾ വീടുണ്ടാക്കുന്നത്. ഹിജ്റ എത്രാം വർഷം? 2-ാം വർഷം. ഹിജ്റ 2-ാം വർഷം ആയിഷാക്ക് വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ വീടുണ്ടാക്കി. പിന്നെ ഓരോ ഭാര്യമാർക്കനുസരിച്ച് ആവശ്യം വരുമ്പോൾ ഓരോരോ വീടുണ്ടാക്കി. മസ്ജിദിൻ്റെ മുന്നിൽ ചുറ്റും റസൂൽ തങ്ങളുടെ വീടാണ്. നമുക്ക് ഇന്ന് പോയാൽ ഓരോ സ്ഥലത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇന്നാളെ വീടാണ്, ഇത് ഇന്നാളെ വീടാണെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് അറിയുന്ന ആളെ കൂടെ പോയാൽ ആ തൂണവർ കാണിച്ചു തരാൻ പറ്റും. ഇവിടെ ഉസ്തുവാനത്തു ഖദീജ, ഉസ്തുവാനത്തു സൗദ, ഉസ്തുവാനത്തു ആയിഷ, അതുപോലെ ഓരോ തൂണുകളെയും അടയാളപ്പെടുത്തി അവരുടെ വീടുകളാണ് അതൊക്കെ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുമായി ബന്ധപ്പെട്ടത്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പള്ളിയിൽ ഓരോ വിശാലമായി കൊണ്ടേയിരുന്നു. ഓരോ രാജാക്കന്മാർ വരുമ്പോഴും അതിന് വിശാലമാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വലീദ് ബിൻ അബ്ദുൽ മലിക് അദ്ദേഹമായിരുന്നു ആദ്യമായി റസൂലുള്ളാഹി തങ്ങളുടെ ഹുജറ ഷരീഫുകൾ പൊളിച്ചു മാറ്റി പള്ളിയുടെ നീളം അവിടെ കൂട്ടിയത്. ബാക്കിയുള്ള രാജാക്കന്മാരൊക്കെ പള്ളി വലിപ്പം കൂട്ടിയിരുന്നു. പക്ഷേ വലീദ് ബിൻ അബ്ദുൽ മലിക് വന്നിട്ട്, അന്ന് നമ്മളെ ഉമർ ബിൻ അബ്ദുൽ അസീസ് ആയിരുന്നു ഭരണാധികാരി. അപ്പോൾ വലീദ് ബിൻ അബ്ദുൽ മലിക് വന്നിട്ട് പിന്നെ ഹുജറ ഷരീഫുകൾ പൊളിച്ചു മാറ്റി. 2 പ്രാവശ്യമാണ് റസൂൽ തങ്ങളുടെ ഖബർ ദഫൻ ചെയ്തതിന് ശേഷം കണ്ടത്. അതൊന്ന് ഈ പ്രാവശ്യമാണ് വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലഘട്ടത്തിൽ. അദ്ദേഹം ആ ഹുജറ ഷരീഫിൻ്റെ ഇതൊക്കെ മതിലൊക്കെ പൊളിച്ചു. അപ്പോൾ ഖബർ കണ്ടു. ഇമാം ഉംദത്തുൽ ഖാരി, ഫത്തുൽ ബാരിൻ്റെ ഷർഹ്, ഈ ഉംദത്തുൽ ഖാരിയിൽ കാണാം ഹിഷാം ബിൻ ഉർവയുടെ ഒരു ഹദീസ്. അദ്ദേഹം പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഹിജ്റ 400-ന് ശേഷം പിന്നെ പുതുക്കി പണിയാൻ വേണ്ടി മതിൽ പൊളിച്ച സമയത്ത് ആ ഹുജറ ഷരീഫിൻ്റെ ഭാഗത്ത് ഒരു കാലിൻ്റെ ഭാഗം നമ്മൾ കണ്ടു. ഹിഷാം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഫഫസിഅ അന്നാസ്, ജനങ്ങൾക്കൊക്കെ പേടിയായി. ഇതെന്താ സംഭവം എന്നറിയാതെ ജനങ്ങളൊക്കെ പേടിച്ചു. അതിനുശേഷം ഹിഷാം വന്നിട്ട് പറയണം, ഉർവ പറഞ്ഞിട്ടുണ്ട് ഇത് റസൂലുള്ളാഹി തങ്ങളുടെ കാലല്ല. കാരണം ആയിഷ ബി റളിയല്ലാഹു അൻഹ ഉർവക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 3 റസൂലുള്ളാഹി തങ്ങളും 2 സഹാബാക്കളെ ഖബറിൻ്റെ രീതി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു ഇത് ഉമറിൻ്റെ കാലാകാനാണ് ചാൻസ്. അങ്ങനെ വലീദ് ബിൻ അബ്ദുൽ മലിക് ആ പിന്നെ കാല് വീണ്ടും കുഴിച്ചിട്ട് അവിടെ മറമാടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ആ സ്ഥലം മൂടി. ഇതാണ് 1-ാമത്തെ പ്രാവശ്യം. 2-ാമത്തത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മസ്ജിദ് നബവി തീപിടിച്ചു. മൊത്തം കത്തി നശിച്ചു. ഓരോ ആസാറുകളും കത്തി നശിച്ചു. അന്നും മദീനത്തുണ്ടായിരുന്ന മുസ്ഹഫുകൾ, അതുപോലെ പള്ളി, പിന്നെ ഹുജറ ഷരീഫിൻ്റെ മറ്റു ഭാഗങ്ങൾ എല്ലാം തീപിടിച്ച് നശിച്ചു. ആ സമയത്ത് അത് പുതുക്കി പണിയാൻ വേണ്ടി പിന്നെ ആ മതിൽ പൊളിക്കുകയും അതിനുള്ളിലേക്ക് കടക്കുകയും ചെയ്തു. അപ്പം ഇബ്നു അസാക്കിറിനെ പോലെയുള്ള പിന്നെ താരീഖുൽ ബഗ്ദാദ് എന്ന് പറയുന്ന കിതാബിലൊക്കെ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അപ്പം മദീനക്കാർ ആ മതിൽ പണിയാൻ വേണ്ടി ഖബറിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഹുജറ ഷരീഫിലേക്ക് കടന്നപ്പോൾ ഖബർ എന്ന രൂപത്തിൽ അവരൊന്നും കണ്ടില്ല. തസ്വീൻ, ഭൂമി സമപ്രതലത്തിലായിരുന്നു. ഒന്നും ഒരു ആസാറുകളും ബാക്കിയുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഖബറിൻ്റെ ഫോട്ടോ കാണുന്നില്ലേ? റസൂലുള്ളാഹിനെ ഈ ഗൂഗിളിൽ അടിച്ചാൽ കാണുന്നില്ലേ? വലിയൊരു പച്ചക്കെട്ടും അല്ലേ, കണ്ടിട്ടില്ലേ? അങ്ങനൊന്നുമില്ല. അതൊക്കെ ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. ഇദ്ദേഹം പറയാണ് മദീനക്കാർ അന്ന് മതിൽ കെട്ടാൻ വേണ്ടി ഉള്ളിൽ കടന്നു 2-ാമത്തെ പ്രാവശ്യം. അവർ കടന്ന സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭൂമി പ്രതലമായിരുന്നു. ഖബറിൻ്റെ ഒരടയാളം അവിടെ കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ് അന്ന് മദീനക്കാർ ഏകദേശം ഐഡിയ വെച്ചിട്ട് ഇവിടെയാണ് ഖബർ എന്ന് വെച്ചിട്ട് അത് ചവിട്ടാതിരി സൂക്ഷിക്കാൻ വേണ്ടി അവർ കല്ല് വെച്ച് അടയാളപ്പെടുത്തി. എന്നിട്ടാണ് മദീനയുടെ മറ്റ് കല്ലുകൾ അവർ മതിൽ കെട്ടിയത്. അതിനുശേഷം ഇന്നേ വരെ ആരും റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ കണ്ടിട്ടില്ല. അതിന് കാണാൻ ഒരാൾക്കൊണ്ട് സാധിക്കുകയും ഇല്ല. അതാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഖബറുമായി ബന്ധപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി തങ്ങളെ ദഫൻ ചെയ്തത് റസൂലുള്ളാഹി തങ്ങൾ പള്ളിൻ്റെ ഉള്ളിലാണോ? അല്ല. അന്ന് ആയിഷ ബീവിൻ്റെ വീട് പള്ളീൻ്റെ പുറത്താണ്. ആയിഷാവിൻ്റെ വീട്ടിലാണ് റസൂലുള്ളാഹി തങ്ങളെ ദഫൻ ചെയ്യുന്നത്. എന്നിട്ട് പിന്നീട് വരുന്ന ഓരോ ഭരണാധികാരികളും പള്ളിക്ക് വിശാലത കൂട്ടുന്നതനുസരിച്ച് വലീദ് അബ്ദുൽ മലിക്കാണ് ഏറ്റവും ആദ്യം ഹുജറ ഷരീഫുകൾ പൊളിച്ച് അവിടെ പള്ളീൻ്റെ ഉൾപ്പെടുത്തിയത്. ഇന്നും ഈ എടുക്കപ്പെട്ട പള്ളിയോട് ബന്ധമില്ലാതെ മുസ്തഖില്ലായ ഒരു പള്ളിയായിട്ടാണ് റസൂലുള്ളാഹി തങ്ങളെ പള്ളി ബാക്കിയുള്ളത്. പോയാൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അത്രത്തോളം സൂക്ഷ്മത സൗദി ഗവൺമെൻറ് അതിന് നടത്തിയിട്ടുണ്ട്. അവർ ഈ പള്ളിയുമായി ചേർക്കാതെ മുസ്തഖില്ലായ ഒരു പള്ളിയായിട്ടാണ് റസൂലുള്ളാഹിയുടെ പള്ളിയെ ബാക്കിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ആയിഷാബിൻ്റെ വീട് ഇപ്പോഴും ഈ പള്ളിയോട് ചേർന്നിട്ടല്ല, അത് മുസ്തഖില്ലായ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അതവർ കാണിച്ച അവരുടെ സൂക്ഷ്മത. ഇങ്ങനെ ഘട്ടങ്ങളായി പള്ളിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ രാജാക്കന്മാർ വരുന്നതിനനുസരിച്ച് പുതുക്കി പണിതിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന അവസ്ഥയിലെത്തി. ഇനി മസ്ജിദിൽ പോയി ചെന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട 2-ാമത്തെ കാര്യം റൗള ഷരീഫാണ്.
റൗള ഷരീഫിനെ സംബന്ധിച്ച് ഒരുപാട് ഹദീസ് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ മിമ്പറിൻ്റെയും എൻ്റെ വീടിൻ്റെയും, അതായത് ആയിഷ ബീവിയുടെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിൻ്റെ പൂന്തോപ്പുകളിൽ ഒരു പൂന്തോപ്പാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? അവിടെ സ്വർഗത്തിൻ്റെ സ്ഥലമാണെന്നാണോ? അല്ല. പണ്ഡിതന്മാർ ഇമാം നവവിയൊക്കെ വിശദീകരിച്ച് എന്താ അറിയോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ പൂന്തോപ്പുകൾ കണ്ടാൽ നിങ്ങൾ ആ പൂന്തോപ്പിൽ കയറി മേഞ്ഞിട്ട് നിങ്ങൾ പോവുക. ഇതിനെക്കുറിച്ചാണ് പറഞ്ഞേ മജാലിസ് ദിക്ർ, അള്ളാഹിനെ സംബന്ധിച്ച് പറയുന്ന സദസ്സുകൾ കണ്ടാൽ നിങ്ങൾ കയറിയിട്ട് പോകാം. അതേപോലെ ഈ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി തങ്ങളുടെ കാലം മുതൽ ഇതുവരെ, ഇനി ഖിയാമത്ത് നാൾ വരെ ഏറ്റവും കൂടുതൽ അള്ളാഹിനെ ദിക്ർ ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ ഫദ്ൽ ഇതിന് കിട്ടാനുള്ള കാരണം. അതല്ലാതെ സ്വർഗത്ത് നേരെ ഇറങ്ങി വന്ന സ്ഥലം അല്ല എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുകയാണ്. അവിടെ കയറി പ്രത്യേകം നിസ്കരിക്കുന്ന സുന്നത്തുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഈ പറയപ്പെട്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? അവിടെ പോകാം, സന്ദർശിക്കാം. ചില പണ്ഡിതന്മാർക്ക്, ഈ ആധുനിക പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, അവിടെ കയറി 2 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് അതിന് പുറത്ത് ഇമാമിൻ്റെ തൊട്ട് ബേക്കിൽ നിൽക്കലാണ്. കാരണം ഈ റൗളയിൽ കയറിയ നമ്മൾ 4-മത്തോ 5-മത്തോ സഫിലാണ് ഉണ്ടാകുക അല്ലേ? ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇപ്പോൾ റൗളേൻ്റെ ആ സ്ഥലത്തല്ലേ ഇമാമ് നിൽക്കാറുള്ളത്, പുറത്താണ്, മുമ്പിലാണ്. അപ്പോൾ ആ മുമ്പിലാണ് ഏറ്റവും അഫ്ളൽ. കാരണം 1-മത്തെ സഫാണല്ലോ അഫ്ളൽ. അപ്പോൾ ഈ റൗളയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ളലാണ് അതിൻ്റെ പുറത്ത് ഇമാമിൻ്റെ പിറകിൽ നിസ്കരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതല്ലാതെ ഒരാളെ സിയാറത്ത് ചെയ്യാൻ പോയി റൗളയിൽ കയറാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു സന്തോഷം, ഒരു റാഹത്ത്. അതല്ലാതെ പ്രത്യേകമായൊരു സുന്നത്തോ പ്രത്യേകമായ ഒന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത് റസൂലുള്ളാഹി തങ്ങളുടെ മിഹ്റാബ്. ഇന്ന് മസ്ജിദിൽ വെച്ച് ചെന്ന 3 മിഹ്റാബ് നമുക്ക് കാണാൻ സാധിക്കും. 3 മിഹ്റാബ്. മിഹ്റാബ് എന്ന് പറഞ്ഞാൽ എന്താ? മിമ്പറാ. മിഹ്റാബ് എന്ന് പറഞ്ഞാൽ ഇമാം നിൽക്കുന്ന സ്ഥലം, അതാണ് മിഹ്റാബ്. റസൂലുള്ളാഹി തങ്ങൾക്ക് പ്രത്യേക മിഹ്റാബൊന്നും ഉണ്ടായിരുന്നില്ല, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. റസൂൽ നിസ്കരിക്കും. പിന്നീട് ഏറ്റവും ആദ്യം മസ്ജിദ് നബിയിൽ മിഹ്റാബ് നിർമ്മിച്ചത് വലീദ് ബിൻ അബ്ദുൽ മലിക്കാണ്. ഏറ്റവും ആദ്യം മിഹ്റാബ് നിർമ്മിച്ചത്. അതിനുമുമ്പ് മിഹ്റാബ് ഉണ്ട്. മിഹ്റാബ് എന്ന് പറഞ്ഞാൽ മുസല്ല, നിസ്കരിക്കുന്ന സ്ഥലം, മിഹ്റാബായിട്ടില്ല. ഏറ്റവും ആദ്യം ഇത് തുടക്കം കുറിച്ച വലീദ് ബിൻ അബ്ദുൽ മലിക്കാണ്. 3 മിഹ്റാബ് കാണാം. ഒന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മിമ്പറിൻ്റെ ഇടതുഭാഗത്ത്, ഈ റൗളേൻ്റെയും ഈ ബൈത്തിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ളൊരു സ്ഥലം, അതാണ് റസൂലുള്ളാഹി നിന്ന് നിസ്കരിച്ച സ്ഥലം. അതാണ് വലീദ് ബിൻ അബ്ദുൽ മലിക് ഏറ്റവും ആദ്യം ഹിജ്റ 91 അദ്ദേഹം അത് ചെയ്യുന്നത്. രണ്ടാമത്തത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ നിസ്കരിച്ചു എന്ന് പറയുന്ന സ്ഥലം. അത് പിന്നീട് ഒരു രാജാവ് വന്നിട്ട് അവിടെ ഇതുണ്ട്. അതും വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ട സ്ഥലമാണ്. കുറച്ച് പുറത്ത് ഈ റസൂലൊക്കെ സലാം പറയാൻ വേണ്ടി പോകുമല്ലോ, ആ പോകുന്ന സമയത്ത് വലതു ഭാഗത്ത് കാണൊരു മിഹ്റാബ്. ഇപ്പോൾ അവിടെയാണ് ഇമാമ നിൽക്കാറുള്ളത്. ആ ഒരു സ്ഥലം കാണാൻ പറ്റും. അതാണ് രണ്ടാമത്തെ മിഹ്റാബ്. മൂന്നാമത്തെ റസൂലിൻ്റെ മിമ്പറിൻ്റെ ഇപ്പുറം ചെറിയൊരു മിഹ്റാബ്, അതും പിന്നീട് കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ടു. അങ്ങനെ 3 മിഹ്റാബുകൾ റസൂലുള്ളാഹി തങ്ങളുടെ പള്ളി നമുക്കിന്ന് കാണാൻ സാധ്യമാണ്. അതിലേറ്റവും ആദ്യത്തേത് റസൂലുള്ളാഹിയുടെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള ആ സ്ഥലമാണ് റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ച സ്ഥലം എന്നറിയപ്പെട്ടിട്ടുള്ളത്. അതേപോലെ റസൂലുള്ളാഹിയുടെ മിമ്പർ, ഈ മിമ്പറിന് ഒരുപാട് കഥകളുണ്ട്. മിമ്പറിനെ സംബന്ധിച്ച്. റസൂല് ഖുത്ബ പറയുന്ന സമയത്ത് മിമ്പർ എന്തായിരുന്നു? ഈത്തപ്പനയുടെ തടിയായിരുന്നു. ഈത്തപ്പന തടി വെച്ചിട്ട് അതിൻ്റെ മേലെ നിന്നിട്ടായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ ഖുത്ബ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ അത് പഴയതായതിനു ശേഷം പുതിയ മിമ്പർ സ്ഥാപിച്ചു, അതിനെ മാറ്റിവെച്ചു. റസൂൽ പറയാണ്, റസൂലിന് മുഅ്ജിസത്താണ്, ആ ഈത്തപ്പന മരം കരയുന്നത് റസൂലുള്ളാഹി തങ്ങൾ കേട്ടിട്ടുണ്ട്. തേങ്ങി കരയുന്നത് റസൂൽ കേട്ടിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണും. ഹദീസ് റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. അങ്ങനെ ഓരോ രാജാക്കന്മാർ വരുന്നതനുസരിച്ച് ഓരോ മിമ്പറുകൾ പുതുക്കിപ്പണിതുകൊണ്ടേയിരുന്നു. അവസാനം ഹിജ്റ 998 സുൽത്താൻ അൽ ഉസ്മാനി ഭരണകാലഘട്ടത്തിൽ ഒരു സുൽത്താൻ സമ്മാനിച്ച മിമ്പറാണ് ഇന്ന് നമ്മൾ കാണുന്ന മിമ്പർ. അതാണ് അവസാനം ബാക്കിയായിട്ടുള്ളത്. അദ്ദേഹം അന്ന് സമ്മാനിച്ച ഒരു മിമ്പർ, അതാണ് ഇന്നും ബാക്കിയായിട്ടുള്ളത്. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ഇത്ര നല്ല മിമ്പറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് വന്ന ഓരോ ഖുലഫാക്കളുടെ കാലഘട്ടത്തിൽ അതിന് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ 3 സ്റ്റെപ്പായിരുന്നു. പിന്നെ മുആവിയ വന്ന സമയത്ത് അതിന് 6 സ്റ്റെപ്പാക്കി. കയറുന്ന സ്റ്റെപ്പ് മാറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ ഓരോ ഭരണാധികാരികൾക്കനുസരിച്ച് മാറ്റം വരുത്തി. അങ്ങനെ അവസാനം ഉസ്മാനികൾപ്പെട്ട ഒരു ഭരണാധികാരി സമ്മാനിച്ച മിമ്പറാണ് നമ്മൾ ഇന്ന് കാണുന്ന മിമ്പർ, മസ്ജിദ് നബവിയിൽ കാണുന്ന മിമ്പർ. ഇതാണ് മസ്ജിദ് നബവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ. ഇനി ഒരുപാടുണ്ട്, അതിലേക്ക് കടന്ന നമ്മളെ സമയം ഒരുപാട് പോകും. പിന്നെയുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ആ വീട്ടിലുണ്ടായിരുന്ന വസ്തുക്കൾ എന്തായിരുന്നു റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ?
ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന കട്ടിൽ, വിരിപ്പ്, കട്ടിലിൻ്റെ നിലത്തായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്, വിരിപ്പ് വിരിച്ചിട്ട്. പിന്നെ അതിൽ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം, വിരിപ്പിന് തൊട്ടിപ്പുറം റസൂൽ നിന്ന് നിസ്കരിക്കുന്ന സ്ഥലം. അതേപോലെ ആ വീടിന് കിടക്കുന്ന തൊട്ടിപ്പുറം റസൂൽ തങ്ങളെ കാണാമെന്ന പ്രത്യേകമായ ആൾക്കാർ റസൂല് അതിഥികളെ സൽക്കരിച്ചിരുത്താനുള്ള സ്ഥലം. അതിൻ്റെ പിറകിലായി ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലം. ഇതായിരുന്നു റസൂലുള്ളാഹിയുടെ ആ വീട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ചെറിയ കാര്യങ്ങൾ. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, വലിയ വീടൊന്നും ആയിരുന്നില്ല. ഇത് പറയേണ്ട കാരണം ആ റസൂലിൻ്റെ വീടിൻ്റെ രൂപവും വലിപ്പവും മനസ്സിലാക്കുന്നത് വേണ്ടിയിട്ടാണ്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യം നിർമ്മിച്ച പള്ളി മസ്ജിദ് ഖുബ. ഇതാണ് മസ്ജിദ് നബവി. പിന്നെയുള്ളത് മസ്ജിദ് ഖുബ, നമ്മൾ രണ്ടാമത് സന്ദർശിക്കേണ്ട സ്ഥലം. ഈ മസ്ജിദ് ഖുബയിലും ഒരുപാട് ഫضലുകൾ വന്നിട്ടുണ്ട്. ഈ യഥാർത്ഥത്തിൽ ഖുബ എന്ന് പറയുന്നത് ഒരു കിണറിൻ്റെ പേരാണ്. അവിടെ ഒരു കിണറുണ്ടായിരുന്നു, ഒരു കിണർ. ആ കിണറിൻ്റെ പേരാണ് ഖുബ എന്നറിയപ്പെടുന്നത്. നമുക്ക് ഇന്നും മസ്ജിദ് ഖുബയിൽ പോയാൽ അതിൻ്റെ മുറ്റത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് മസ്ജിദ് ആ കിണറിൻ്റെ ഇത് അവിടെ എഴുതിയിട്ടുണ്ടാവും, ബിർ ഖുബ, ഖുബ കിണർ എന്ന് എഴുതി വെച്ച് നമുക്കവിടെ കാണാൻ പറ്റും, അടയാളപ്പെടുത്തി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ മസ്ജിദ് നബിൻ്റെ ഉള്ളിലൊരു കിണറുണ്ട്. ഏതാ അറിയോ? മസ്ജിദ് നബിൻ്റെ ഉള്ളിൽ ഇന്നൊരു കിണറുണ്ട്. കണ്ടിട്ടുണ്ട് ആരെങ്കിലും? അല്ല, ബീർ ഉസ്മാൻ പുറത്താണ്, അവിടെ അല്ല, അത് വേറെ തന്നെ സ്ഥലമാണ്. അറിയോ? ഹദീസ് പഠിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു തോട്ടം, ബൈറുഹ തോട്ടം അള്ളാഹ്ക്ക് വേണ്ടി സദഖ കൊടുത്തില്ലേ? ആ തോട്ടം ഉണ്ടായ സ്ഥലം ഏതാ അറിയോ? മസ്ജിദ് നബിയുടെ മുമ്പിലാണ്. ആ തോട്ടത്തിൽ നിന്ന് നോക്കിയാൽ ഉഹദ് മല കാണാൻ പറ്റും. ആ തോട്ടത്തിലുണ്ടായിരുന്ന കിണറായിരുന്നു അത്. ആ കിണറിൽ റസൂൽ കാലിട്ടിരിക്കുന്ന സമയത്താണ് അബൂബക്കറും ഉമറും ഉസ്മാനൊക്കെ കടന്നു വന്നത്. അപ്പോൾ റസൂൽ പറഞ്ഞല്ലോ, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന. അത് നടന്ന സംഭവം അവിടെയാണ്. ആ കിണർ ഇപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മസ്ജിദ് നബിയിലെ 22, 23 ബാതിലൂടെ കയറിയ നോക്കുമ്പോൾ കാണാൻ പറ്റും. കൊറോണ സമയത്ത് മസ്ജിദ് നബിയിലെ മുസല്ലൊക്കെ കൊണ്ടുപോയിരുന്നു. അന്ന് മുസല്ല ഉണ്ടായിരുന്നില്ല നിസ്കരിക്കാൻ. ഈ കൊറോണൻ്റെ തുടക്ക സമയത്ത് എല്ലാ മുസല്ലയും കൊണ്ടുപോയി. അത് കൊണ്ടുപോയ സമയത്ത് നമുക്കിത് വ്യക്തമായിട്ട് കാണാൻ പറ്റും ആ കിണർ. അപ്പോൾ അവരവിടെ പോലീസുകാർ മറ വെച്ചിട്ട് അങ്ങോട്ട് കിണർ പോയി തൊട്ടിട്ട് മുത്തും ആൾക്കാർ. അതുകൊണ്ടത് മറച്ചു വെച്ചിട്ടുണ്ടായി, നമുക്ക് പോയാൽ കാണാൻ പറ്റും. ഇന്നും പോയാൽ ആ വാതിലൂടെ കയറിയ മുസല്ല മാറ്റിയ താഴെ കാണാൻ പറ്റും ആ കിണർ. ആ കിണറാണത്. ഈ ബൈറുഹ തോട്ടൊക്കെ പിന്നെ ഇടിച്ച് നികത്തി അതൊക്കെ പള്ളീൻ്റെ ഉള്ളിൽ പെട്ടു. അപ്പോൾ ഈ കിണറും അതിൻ്റെ ഉള്ളിൽ പെട്ടു. അപ്പോഴാണ് അവിടെ അടയാളപ്പെടുത്തിയത്. അതേപോലെ ഒരു കിണർ മസ്ജിദ് ഖുബേൻ്റെ മുറ്റത്ത് നമുക്ക് കാണാൻ പറ്റും. ഇന്നും ഗൂഗിൾ അടിച്ചാൽ കാണാം, അവിടെ മുറ്റത്ത് ഒരു അടയാളം വെച്ചിട്ട്, ഒരു കിണറിൻ്റെ അടയാളം. അത് ഇതാണ് ബിറുൽ ഖുബ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ സ്ഥലത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് മസ്ജിദ് ഖുബ എന്നറിയപ്പെട്ടത്. ഈ മസ്ജിദ് ഖുബേൻ്റെ പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശനിയാഴ്ചയും അവിടേക്ക് പോകുമായിരുന്നു. എന്തിനാ അറിയോ? അന്ന് മദീന 2 പള്ളികളെ ജുമ നടന്നുകൊണ്ടിരുന്നത്. ഒന്ന് മസ്ജിദ് നബവിയിൽ, അവിടെ റസൂലിനാണ് ഖത്തീബ്. രണ്ടാമത് മസ്ജിദ് ഖുബ, 5 കിലോമീറ്ററാണ് മസ്ജിദ് ഖുബയിലേക്ക്. ഈ മസ്ജിദ് ഖുബയിലാണ് രണ്ടാമത് ഖുതുബ നടന്നുകൊണ്ടിരുന്നത് റസൂലിൻ്റെ കാലഘട്ടത്തിൽ തന്നെ. അപ്പം ഒരുപാട് കർഷകരും ആൾക്കാരൊക്കെ ആ പള്ളിയിലേക്ക് പോകും, മറ്റുള്ളവർ മസ്ജിദ് നബവിയിലേക്കും വരും. ഇനി ഈ 2 പേർക്കും കൂടി പെരുന്നാൾ സ്കരിക്കാനുള്ള സ്ഥലമാണ് ഈദുൽ മുസല്ല എന്ന് പറയുന്ന സ്ഥലം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ മസ്ജിദ് നബിയിൽ നിന്ന് പുറത്തിറങ്ങും മസ്ജിദ് ഖമാമേൻ്റെ മുറ്റത്തിൽ വലിയൊരു ടൗണ് കാണാം. അവിടെയാണ് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ സ്കരിക്കാൻ വേണ്ടി നിശ്ചയിച്ച സ്ഥലം. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അറിയോ? ഒരു ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യഹൂദി ഒരു സഹാബി വനിതയെ പിടിക്കുകയും എന്നിട്ട് ആ സഹാബി വനിതയെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ കൊന്നറിയോ? 2 കല്ലെടുത്തിട്ട് തലക്കടിച്ചിട്ട് പൊട്ടിച്ചു ആ സഹാബി വനിതനെ. ആ യഹൂദി ദേഷ്യം കാരണം, മുസ്ലിമുകളുടെ ദേഷ്യം കാരണം കല്ലെടുത്ത് തലക്കടിച്ചിട്ട് കൊന്നു. അപ്പോൾ ഈ സ്ത്രീനെ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ടു. സംസാരിക്കാൻ പറ്റുന്നില്ല, മരണശേഷി കിടക്കുകയാണ്, തലക്കടിയിട്ടതാണല്ലോ, സംസാരശേഷി നഷ്ടപ്പെട്ടു, ഒന്നും ഉണ്ടായെന്നും കഴിയുന്നില്ല, കിടപ്പില്ല. അപ്പോൾ റസൂൽ ചോദിച്ചു, ആരാ ചെയ്തത്? അപ്പോൾ ആ സ്ത്രീക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ കുറേ യഹൂദികളെ കൊണ്ടുവന്നിട്ട് നിർത്തിച്ചു, ഇതിലാരാ ചെയ്തത്? അപ്പോൾ ആ സ്ത്രീ കൈ ചൂണ്ടിക്കാണിച്ചു, ഇയാളാണ്. കാരണം സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ആ സ്ത്രീ മരണപ്പെട്ടു. ആ യഹൂദിനെ പിടിച്ചിട്ട് എന്തായിരുന്നു റസൂല് ഈ മുസല്ല നിസ്കരിക്കുന്ന സ്ഥലമുണ്ട്, ഈദ് നിസ്കരിക്കുന്ന സ്ഥലം, അവിടെ കെട്ടിയിട്ടിട്ട് ഇതേപോലെ 2 കല്ലെടുത്തിട്ട് അടിച്ചിട്ട് തല പൊട്ടിച്ചിട്ട് കൊന്നു. ഖിസാസ് എങ്ങനെയാണോ കൊന്നത് അതേപോലെ. ഈ ഹദീസാണ് തെളിവ്. ആർക്ക്?
ജുംഹൂറുൽ ഉലമേൻ്റെ ഖിസാസിൻ്റെ ഹുക്ം എന്താ അറിയോ? എങ്ങനെയാണോ കൊന്നത് അതേപോലെ കൊല്ലണം. വാള് കൊണ്ട് വന്ന വാള് കൊണ്ട്, അടിച്ചു കൊന്ന അടിച്ചു കൊല്ല, കുത്തിക്കൊന്ന കുത്തിക്കൊല്ല, എങ്ങനെയാണോ കൊന്നത് അതേപോലെ കൊല്ല എന്നതിന് ജുംഹൂറുൽ ഉലമയുടെ തെളിവ് ഈ ഹദീസാണ്. അത് നടന്ന സ്ഥലം ഇതാണ്. ഈ ഹദീസ് നമുക്ക് നമ്മൾ ഉസ്താദ് എടുത്ത സമയത്ത് നമ്മളെ കൂട്ടിയിട്ട് പോയി ഈ സ്ഥലം കാണിച്ചു തരാൻ. നമുക്കിപ്പോൾ പോയാൽ കാണാം, മസ്ജിദ് ഖമാമ കണ്ടിട്ടുണ്ടാവും പോയ ആൾക്കാർ. ഈ മസ്ജിദ് ഖമാമയുടെ അടുത്തുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇദ്ദേഹത്തെ കെട്ടിയിട്ടത്, എന്നിട്ട് അടിച്ചിട്ട് കൊന്ന സ്ഥലം. ഹംബലി മദ്ഹബിൻ്റെ അഭിപ്രായം കല്ലുകൊണ്ടല്ല, മറിച്ച് എങ്ങനെയാണെങ്കിലും വാള് കൊണ്ടാണ് കൊത്തിയിട്ട് കൊല്ലേണ്ടത്. കാരണം ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് വാളാണ്. അതുകൊണ്ട് വാള് കൊണ്ടാണ് ഖിസാസ് നടപ്പാക്കേണ്ടത് എന്നും ചില റിപ്പോർട്ടുകൾ. പക്ഷേ ജുംഹൂർ ഉലമയുടെ അഭിപ്രായമാണ് ഏറ്റവും നല്ല അഭിപ്രായം. ഖിസാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ കൊന്നത് അതേപോലെ. അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാസ്കാരത്തിന് വേണ്ടി ഇവരെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടും. അപ്പോൾ ഈ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് പിറ്റേന്ന് ശനിയാഴ്ച റസൂൽ തങ്ങൾ മസ്ജിദ് ഖുബയിലേക്ക് പോകും. എന്തിനാ പോകുന്നത് വെച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച എങ്ങനെയായിരുന്നു ജുമ നടന്നത്? ഭരണാധികാരിയല്ലേ, അപ്പോൾ പ്രജകളുടെ അവസ്ഥകൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു റസൂൽ തങ്ങൾ ശനിയാഴ്ച രാവിലെ ഫജ്ർ നിസ്കാരത്തിന് ശേഷം ഒന്നുകിൽ കഴുതപ്പുറത്തോ അല്ലെങ്കിൽ നടന്നിട്ടോ മസ്ജിദ് ഖുബയിലേക്ക് പോകും. അതിലൊരുപാട് ഹദീസുണ്ട്, ഒരുപാട് സംഭവം. ഈ പറയപ്പെട്ട ഹദീസുകളിലൊക്കെ ഒരുപാട് അഹ്കാമുകളുണ്ട്. അങ്ങനെ റസൂൽ അവിടെ എത്തി റസൂൽ നിസ്കരിക്കും, പള്ളി കയറി 2 റക്അത്ത് നിസ്കരിക്കും. അതിപ്പോൾ ആ സ്ഥലം നമുക്ക് കാണാം. ചില പണ്ഡിതന്മാർ ആ റസൂൽ നിസ്കരിച്ച സ്ഥലം അടയാളപ്പെടുത്തിയിരുന്നു മസ്ജിദ് ഖുബയിൽ. പക്ഷേ പിന്നീട് സൗദി ഗവൺമെൻറ് എന്ത് ചെയ്തു, ആ സ്ഥലത്തിന് ജനങ്ങൾ പ്രത്യേക ഒരു ബർക്കത്ത് കൽപ്പിക്കുകയും അവിടെ പോയി നിസ്കരിക്കാൻ അടികൂടുകയും ചെയ്യുന്നപ്പോൾ അവരെന്ത് ചെയ്തു, ആ സ്ഥലത്ത് ഒരു ഷെൽഫ് പണിതു, ഖുറാൻ വെക്കുന്ന ഷെൽഫ്. ഇപ്പോൾ ആർക്കും അവിടെ പോകാനും കാണാനും പറ്റില്ല, ആ അവസ്ഥയിലാക്കി. അപ്പോൾ ഈ റസൂൽ തങ്ങൾ പോയി നിസ്കരിക്കുന്ന സമയത്ത് ആ ഖുബാ പള്ളീൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ മസ്ജിദ് നബവിയിലേക്ക് ഖുബയിലേക്ക് വരും റസൂലിനെ കാണാൻ. അവർ സലാം പറയും. റസൂൽ നിസ്കരിച്ചുകൊണ്ടേയിരിക്കെ അവർ സലാം പറയും. അപ്പോൾ റസൂൽ സലാം മടക്കും. എങ്ങനെ മടക്കുക? ഇഷാറ കാണിക്കും കൈനെ കൊണ്ട്. അതാണ് ഹദീസ്. അപ്പോൾ നിസ്കരിക്കുന്ന ഒരാൾ സലാം പറഞ്ഞാൽ ഇഷാറയിലൂടെ സലാം മടക്കാം എന്നത് ഈ ഹദീസാണ് തെളിവ്. റസൂൽ ഈ ഖുബയിലേക്ക് വരുന്ന സമയത്ത് ആ ഖുബൈൻ്റെ ആൾക്കാർ റസൂലിനെ കാണാൻ വന്നിട്ട് സലാം പറയുന്ന സംഭവം. അപ്പോൾ എല്ലാത്തിലും ഓരോ അഹ്കാമുകളും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിനാണ് റസൂലുള്ളാഹി തങ്ങൾ ശനിയാഴ്ച രാവിലെ ഈ ഖുബയിലേക്ക് വരുന്നത്, അവിടെ മുസ്ലിങ്ങളുടെ അവസ്ഥകൾ അന്വേഷിക്കാനും ഖുത്ബയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ. അത് ഇന്നും റസൂൽ സുന്നത്താക്കി സ്ഥിരപ്പെട്ടു. അതുകൊണ്ടാണ് ഈ ഹദീസ് മുമ്പ് സൂചിപ്പിച്ച ഹദീസ് വന്നത്. ഒരാൾ വീട്ടിൽ നിന്ന് വുളൂ ചെയ്തു മസ്ജിദ് ഖുബയിലേക്ക് പോയി 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പരിപൂർണമായി ഉംറ ചെയ്ത പ്രതിഫലമാണ് അവന് രേഖപ്പെടുത്തുന്നത്. അവസാനമായി 2 സ്ഥലങ്ങൾ ബാക്കി. ഒന്ന് പെട്ടെന്ന് നിർത്താം. ഒന്ന് ബഖി, മഖ്ബറത്തുൽ ബഖി. മഖ്ബറത്തുൽ ബഖീൻ്റെ പ്രത്യേകത നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ടാകും. ഖവാരിജിയുടെ കാലഘട്ടത്തിൽ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഖവാരിജുകൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊന്നു. 7 ദിവസം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട് വളഞ്ഞവർ. നമുക്ക് ഇന്ന് മദീനത്ത് പോയാൽ മസ്ജിദ് ഉസ്മാൻ എന്ന് പറയുന്നൊരു പള്ളി കാണാം. അവിടെ നിസ്കാരമൊന്നുമില്ല, ചെറിയൊരു പള്ളി കെട്ടിയിട്ട് കാണാം. അവിടെയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട് എന്ന് പറയപ്പെടുന്നു, വല്ലാഹു ആലം. അതല്ലെങ്കിൽ അവിടെയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു ഈദിൻ്റെ മുസല്ലയായി നിശ്ചയിച്ചത് എന്നും പറയപ്പെടുന്നു. 2 ഹോട്ടലുകൾക്ക് ഇടയിലാണ് ഇപ്പോൾ ആ പള്ളി, മസ്ജിദ് ഉസ്മാൻ, ബിലാൽ മസ്ജിദ് പോകുന്ന വഴിക്ക്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട് വളയുകയും എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല്ലുകയും ചെയ്തു. 7 ദിവസമായിരുന്നു വീട് വളഞ്ഞത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു ഷഹീദായി. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മയ്യത്ത് ബഖീലേക്ക് കൊണ്ടുപോയി മറമാടാൻ. അന്ന് ഖവാരിജുകൾ സമരം ചെയ്തു, ഇവിടെ അടക്കാൻ പാടില്ല. അങ്ങനെ അവർ സമരം ചെയ്തിട്ട് എന്ത് ചെയ്തു, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മയ്യത്ത് ബഖീൻ്റെ പുറത്താണ് മറമാടിയത്, പുറത്ത്. ഇന്ന് നിങ്ങൾ പോയി നോക്കിയാൽ ഉസ്മാനിൻ്റെ ഖബറയുടെ അറിയോ, ബഖീൻ്റെ ഏറ്റവും സെൻറ്ററിൽ, ഏറ്റവും മധ്യത്തിലാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖബർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ആ ഖബർ വരെയായിരുന്നു റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ബഖീ ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം അത് വികസിപ്പിച്ച് ഇങ്ങനെ പോവുകയാണ്. അത് ഇപ്പം നോക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖബർ ആ ബഖീൻ്റെ ഏറ്റവും മധ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ സൗദി ഗവൺമെൻറ് എന്ത് ചെയ്തു, ഈ ചരിത്രം എല്ലാവർക്കും മഷ്ഹൂറാണ്. അതുകൊണ്ട് സൗദി ഗവൺമെൻറ് ചെയ്തു, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖബറിന് ഇപ്പുറത്തുള്ള പല ഖബറുകളും സഹാബാക്കളുടെ ഖബറാണ്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖബറിൻ്റെ അപ്പുറമുള്ള പല ഖബറുകളും അതിന് ശേഷമുള്ള ആൾക്കാരുടെ ഖബറാണ്. ഇന്ന് മരണപ്പെടുന്ന ആൾക്കാരെ ബഖീൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്താണ് ഷാരി അബ്ദുൽ അസീസ് പറയുന്ന സ്ഥലം, അവിടെയാണ് മറമാടുക. ഈ അടുത്ത ഭാഗത്തേക്കൊന്നും കൊണ്ടുവരിക. കാരണം ഇവിടെയൊക്കെ സഹാബാക്കളും റസൂലുള്ളാഹി തങ്ങളുടെ അസ്വാജുകളും ഔലാദുകളും പേരപ്പെട്ട സഹാബാക്കളുടെ ഖബറാണ്. പ്രഗത്ഭന്മാരായ സഹാബാക്കളും അന്തിറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അപ്പുറമാണ് പിന്നെയുള്ള ആൾക്കാരൊക്കെ മറമാടിയത്. ആ സംഭവം കാണാൻ സാധിക്കും. അതേപോലെ വേറെ സംഭവം കാണാം. ഈ വലീദ് ബിൻ അബ്ദുൽ മലിക് അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് മർവാൻ ബിൻ അബ്ദുൽ മലിക് അദ്ദേഹം ഒരു സംഭവം പറയും. അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹം പറയണം, നിങ്ങൾ എന്നെ ബഖീൽ മറമാടാൻ പാടില്ല. അപ്പോൾ ചോദിച്ചു എന്താ കാര്യം? അപ്പോൾ മൂപ്പര് പറയാണ്, നിങ്ങൾ എന്നെ ബഖീൽ കൊണ്ടുവച്ചാൽ അവിടെ സ്ഥലമില്ല, അന്നേ ഫുള്ളായി, അതായത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഇപ്പുറം അത് പണ്ടേ ഫുള്ളായി. അപ്പോൾ നിങ്ങൾ എന്നെ അവിടെ കൊണ്ടുവച്ചാൽ ഒരുപക്ഷെ ഞാൻ കിടക്കുന്നത് ഏതെങ്കിലും ഒരു സഹാബിയുടെ അടുത്തായിരിക്കും. അപ്പം ഞാൻ കാരണം ആ സഹാബി പ്രയാസപ്പെടും. അത് നിങ്ങൾ എന്നെ അവിടെ വെക്കണ്ട. ഇനി അതല്ല, നിങ്ങൾ എന്നെ അവിടെ കൊണ്ടുവെക്കണമെങ്കിൽ ഒന്നുകിൽ എൻ്റെ അടുത്ത് കിടക്കുന്നത് മുനാഫിക്കായിരിക്കും. അപ്പോൾ അയാൾ കാരണം
ഞാൻ പ്രയാസപ്പെടും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബക്കീൻ്റെ പുറത്ത് എവിടെയും അടക്കിയാൽ മതി, ബക്കീൽ അടക്കണ്ട എന്ന് മർവാൻ അബ്ദുൽ മലിക്കിൻ്റെ ഒരു സംഭവം കാണാം. അപ്പോൾ അന്നേ അത് ഫുള്ളായിരുന്നു മഖ്ബറത്തുൽ ബഖീ. ഈ ബക്കീൻ്റെ പ്രത്യേകത, അവിടെ പ്രത്യേകമായിട്ട് ഒരു ശർഅ വന്നിട്ടൊന്നുമില്ല, എങ്കിലും അവിടെ മരണപ്പെട്ട് ബക്കീൽ അടക്കിയവർക്ക് ഇന്ന് ഷഫാഅത്ത് ഉണ്ടെന്ന് പറഞ്ഞ ചില ഹദീസുകളൊക്കെ കാണും. പക്ഷേ ഫീഹി മഖാൽ, അതിലൊക്കെ ചില സംസാരങ്ങളും ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഈ ബക്കീ സന്ദർശിക്കലും അവിടെ കിടക്കുന്ന മയ്യത്തിനോട് സലാം പറയലും മുസ്തഹബാണ്, സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ മഖ്ബറ മദീനയിലെ മഖ്ബറാണ് മഖ്ബറത്തു ഷുഹദാ ഉഹദ്, ഉഹദിൻ്റെ രണഭൂമിയിലുള്ള മഖ്ബറ. അത് നിങ്ങൾ സന്ദർശിക്കുകയും ആ ചരിത്രം പഠിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അവിടെ 2 മല കാണാം. ഇന്ന് പോയ 2 മലകൾ കാണാം. ഒന്ന് ഉഹദ് മല, വലിയൊരു മല കാണാം. അതിനുശേഷം ഒരു ഗ്രൗണ്ടാണ്. അതിന് ഇപ്പുറമാണ് ജബലുർ റുമാത്ത് എന്ന് പറയുന്ന മല. 2 മലകളാണ് ആ യുദ്ധത്തിന് സാക്ഷ്യം വഹിച്ചത്. യുദ്ധം നടക്കുന്നത് ഈ 2 മലകൾക്കിടയിലുള്ള സ്ഥലത്താണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഈ ഭാഗത്ത് മദീനയും ആ ഭാഗത്ത് മക്കയാണ്. അപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഈ ജബലുർ റുമാത്തിൻ്റെ മേലെ 50 അമ്പെയ്ത്തുകാരെ നിശ്ചയിച്ചു. നിങ്ങൾ ഇറങ്ങി വരാൻ പാടില്ല, കാരണം ശത്രുക്കൾ പിറകിലേ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവർ നിരീക്ഷിക്കണം. അങ്ങനെ അമ്പെയ്ത്തുകാരായ അഗ്രഗണ്യന്മാരായ 50 സഹാബാക്കൾ ഈ ജബലുർ റുമാത്തിൻ്റെ മേലെ നിശ്ചയിച്ചു. അത് വലിയ മലയായിരുന്നു, പക്ഷെ ഇന്നത് ഇടിച്ച് പൊളിച്ച് ചെറിയ ഭാഗം മാത്രമേ ആധാറാക്കി ബാക്കിയാക്കിയിട്ടുള്ളൂ. ഇപ്പം പോയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് ജബലുർ റുമാത്തിൻ്റെ ആൾക്കാർ നിന്നത്. ഇവിടെ ഉഹദ് മല, ഇവിടെ യുദ്ധം നടക്കുന്ന സ്ഥലം. ഇന്ന് മഖ്ബറയെ അറിയപ്പെട്ട സ്ഥലമുണ്ട്. മലിക് ഫഹദിൻ്റെ കാലഘട്ടത്തിലാണ് അവിടെ മറയൊക്കെ വെച്ച് ഇതൊക്കെ ആക്കിയത്. അതിൻ്റെ മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് പോയാൽ നേരിട്ട് കാണാൻ പറ്റും. അവിടെയായിരുന്നു പിന്നെ ആ യുദ്ധം നടന്ന സ്ഥലം. ഈ യുദ്ധം നടക്കുന്ന സമയത്ത്, യുദ്ധം കഴിഞ്ഞു, മക്കത്തെ മുശ്രിക്കുകൾ ആ വന്ന വഴിയെ തിരിഞ്ഞോടി. അങ്ങനെ സ്വത്തുകൾ എടുക്കുന്ന സമയത്താണ് ഇവരിറങ്ങി, സംഭവം അറിയാലോ, അവരിറങ്ങി വരുന്നത്. ഈ റസൂൽ നിശ്ചയിച്ച ആൾക്കാർ താഴേക്ക് ഇറങ്ങി വരുന്നത്. അവർ ഇറങ്ങി വന്ന് തക്കം നോക്കി ഖാലിദ് വലീദിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആ മലയിലൂടെ കയറി ഇറങ്ങി മുസ്ലിങ്ങളുടെ ബേക്കിൽ വന്നു. ബേക്കിൽ വന്ന സമയത്ത് മുമ്പ് നോടിയ ആൾക്കാരും തിരിച്ചു വന്നു. 2 ആൾക്കാർക്ക് ഇടയിൽ ആര് പെട്ടു? മുസ്ലിമുകൾ പെട്ടു. അപ്പുറം ശത്രുക്കൾ, ബേക്കിലും ശത്രുക്കൾ. ഈ സമയത്താണ് റസൂലുള്ളാഹി തങ്ങളെയും കൂട്ടി ചില സഹാബാക്കൾ ഉഹദ് മലൻ്റെ മേലേക്ക് പാഞ്ഞു കയറി. രക്ഷപ്പെടുത്തണമല്ലോ റസൂലുള്ളാഹി തങ്ങളെ. ഉഹദ് മലൻ്റെ മേലേക്ക് പാഞ്ഞു കയറി. ഇന്നും നമുക്കൊരു സ്ഥലം കാണാം ഉഹദ് മലൻ്റെ അടുത്ത്, പറയപ്പെടുന്നു വല്ലാഹു അലം, റസൂലുള്ളാഹി തങ്ങൾ കയറി ഒളിച്ചു എന്ന് പറയുന്നൊരു ഗുഹ. ഉഹദ് മലൻ്റെ പിറകു ഭാഗത്തൊരു സംഭവമുണ്ട്. ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു ഒന്ന് സംസാരിക്കുന്ന സംഭവങ്ങളൊക്കെ നടന്ന സ്ഥലമുണ്ട്. നമുക്കിപ്പോൾ പോയി കാണാൻ പറ്റും. പക്ഷെ അത് എത്രത്തോളം ശരിയാണെന്നോ അല്ലാഹു അലം. ആ സ്ഥലത്തേക്ക് ഇവർ കയറി ഒളിക്കുന്നതും ആ സംഭവമാണ്. അപ്പോൾ ഈ യുദ്ധം നടന്ന സ്ഥലത്താണ് അന്ന് ഷഹീദായ ശുഹദാക്കളെ മറമാടിയത്. അതുമാത്രമല്ല, യുദ്ധത്തിന് ശേഷം വന്ന് സഹാബാക്കളൊക്കെ വന്നു, മയ്യത്തിനൊക്കെ എടുത്തു. ഏകദേശം 72ഓളം സഹാബാക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. സഹാബാക്കളെ മയ്യക്കത്ത് എടുത്തു. കുറേ ആൾക്കാരെ ബഖീലേക്ക് കൊണ്ടുപോയി മറമാടി, കുറേ ആൾക്കാരെ ബഖീ കൊണ്ട് വെച്ചു. ആ സമയത്താണ് ഒരു സഹാബി പറയുന്നത്, റസൂൽ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഷഹീദ് എവിടെ വെച്ചാണോ മരണപ്പെടുന്നത് ആ ഷഹീദിൻ്റെ ശരീരം ആ ഭൂമിക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ചില സഹാബാക്കൾ എന്ത് ചെയ്തു, ബഖീനെ തിരിച്ച് ഉഹദിൻ്റെ രണഭൂമിയിലേക്ക് തന്നെ കൊണ്ടുവന്നു. അങ്ങനെ അവിടെ മറമാടി. ഇപ്പോൾ ആ ഖബർസ്ഥാൻ നോക്കുമ്പോൾ 2 ഘട്ടമായിട്ട് കാണാം. ഒന്നൊരു ചെറിയ ഘട്ടും, 2 ഒരു വലിയ ഘട്ടും. ഈ ചെറിയ ഘട്ടിൻ്റെ ഉള്ളിൽ 2 ഖബറുകളാണുള്ളത്. അതിലൊരു ഖബറിൻ്റെ ഉള്ളിൽ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ ഖാസിം പറയാണ്, ഇന്ന ഖബർ ഇന്ന ആളെന്നുള്ളത് ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അതൊന്നും യഥാർത്ഥ അസ്ലിനോട് സ്ഥിരപ്പെട്ടിട്ടില്ല. എങ്കിലും ചില പണ്ഡിതന്മാർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വല്ലാഹു അലം. അപ്പോൾ ഈ 2 ഖബറിനുള്ളിൽ ഒന്നിൽ സയ്യിദുൽ ഷുഹദ ഹംസത്തുൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഒരു ഖബറിൽ, മറ്റേ ഖബറിൽ മിസ്അബുൻ ഉമൈറും അബ്ദുല്ലാഹിബിൻ ജഹ്ഷും എന്ന് പറയുന്ന 2 സഹാബാക്കൾ. ഈ അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് ആരാന്നറിയോ? കഴിഞ്ഞ ദായിമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരാന്നറിയോ? അബ്ദുല്ലാഹിബിൻ ജഹ്ഷ്, സൈനബ് ബിൻ ജഹ്ഷിൻ്റെ സഹോദരി. അതാരാ? റസൂലുള്ളാഹിയുടെ ഭാര്യ. അത് മനസ്സിലായി. അതാരാണ് ഈ അബ്ദുല്ലാഹിബിൻ ജഹ്ഷ്? അറിയോ? റസൂലുള്ളാഹി തങ്ങളുടെ അമ്മത്ത്, ഉപ്പാര സഹോദരി ഉമൈമ. ഈ ഉമൈമാരുടെ മകനാണ് അബ്ദുല്ലാഹിബിൻ ജഹ്ഷ്. ഈ അബ്ദുല്ലാഹിബിൻ ജഹ്ഷാണ് ആ ഖബറിൽ ഒന്ന് മിസ്അബിൻ ഉമൈറിൻ്റെ കൂടെ. ഈ മിസ്അബിൻ ഉമൈറിൻ്റെ സംഭവമാണ് നമുക്ക് അതിൻ്റെ ദായിമിൽ വിശദീകരിച്ചത്. പിന്നെയുള്ളൊരു ചെറിയ കെട്ടുണ്ട്. ആ കെട്ടിൽ ബാക്കിയുള്ള സഹാബാക്കൾ എല്ലാവരും എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. വല്ലാഹു അലം. അങ്ങനെ 2 ഖബർ നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഈ ഉഹദിലേക്ക് പോകുന്ന ഒരാൾക്ക് മുസ്തഹബാണ് ആ മഖബറ സന്ദർശിക്കലും അവർക്ക് വേണ്ടി ദുആ ചെയ്യലും അവരോട് സലാം പറയലും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിൻ്റെ മിമ്പറിൽ നിന്ന് നോക്കിയാൽ ഡയറക്റ്റ് നമുക്ക് ഉഹദ് മല കാണാൻ പറ്റും.
അപ്പോൾ റസൂൽ ചില സമയങ്ങളിൽ ഉഹദിലേക്ക് പോവുകയും അവരോട് സലാം പറയുകയും ചെയ്യുമായിരുന്നു. റസൂൽ വഫാത്താകുന്ന തൊട്ട് മുമ്പ് വരെ റസൂലുള്ളാഹി തങ്ങൾ ഉഹദിലേക്ക് പോവുകയും അവർക്ക് സലാം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മുസ്തഹബാണ്. ഉഹദിൻ്റെ ശുഹദാക്കളെ സന്ദർശിക്കലും അവർക്ക് സലാം പറയും. ഈ 4 സ്ഥലങ്ങളാണ് മദീനയിൽ സന്ദർശിക്കൽ മഷ്റൂ ആയ മുസ്തഹബായ സ്ഥലങ്ങൾ. 1 മസ്ജിദ് നബി, 2 മസ്ജിദ് ഖുബ, 3 മഖ്ബറത്തുൽ ബഖീ, 4 മഖ്ബറത്തു ശുഹദാ ഉഹദ്. ഈ 4 സ്ഥലങ്ങളാണ് സന്ദർശിക്കുന്നത്. പിന്നെ വേറൊരു സ്ഥലം കാണാൻ പറ്റും, വാദി അൽ അഖീഖ് എന്ന് പറഞ്ഞാൽ ഒരു വാദി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാദിയെ സംബന്ധിച്ച് പറഞ്ഞത് വാദിൻ മുബാറക്, അത് മുബാറക്കായ വാദിയാണ്. അത് മാത്രമല്ല ജിബ്രീൽ വന്നിട്ട് റസൂൽ തങ്ങളോട് അവിടെ വെച്ച് നിസ്കരിക്കാനും കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റസൂൽ ആ വാദിയിൽ നിന്ന് വുളൂ ചെയ്യുകയും അവിടെ നിസ്കരിക്കുകയും ചെയ്തു. ആ വാദിയാണ് ഏറ്റവും കൂടുതൽ അഖീഖ് പുല്ല് മുളക്കുന്നത്. കേട്ടിട്ടുണ്ടോ? ഇദ്ഖർ പുല്ലില്ലേ, ഇദ്ഖർ പുല്ല് ഏറ്റവും കൂടുതൽ മുളക്കുന്നത് അഖീഖ് വാദിയിലാണ്, വാദി അഖീഖിലാണ്. അപ്പോൾ പിന്നെ ആ സ്ഥലത്തും പുണ്യങ്ങളുണ്ട്. പക്ഷേ അത് പ്രത്യേകം സന്ദർശിക്കാനോ റസൂൽ തങ്ങളുടെ വഫാത്തിന് ശേഷം സഹാബാഗിന് സന്ദർശിച്ചതായിട്ടോ ഒന്നും റിപ്പോർട്ടില്ല. പക്ഷേ അത് മുബാറക്കാണ്, അവിടെ ബർക്കത്തുണ്ട് എന്ന് റസൂൽ പറഞ്ഞതായി ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇതാണ് മദീനയിലെ നമ്മൾ സന്ദർശിക്കേണ്ടതായ സ്ഥലങ്ങൾ. അതല്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ, ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്, സന്ദർശിക്കാനും കാണാനും. പക്ഷെ അതിലൊന്നും എന്തില്ല, പ്രത്യേക മുസ്തഹബോ സുന്നത്തോ മഷ്റൂഓ ആക്കപ്പെട്ടിട്ടില്ല. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.